വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ, അതായത് യേസു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന പ്രവാചകൻ്റെ ചരിത്രത്തിലേക്ക് സ്വാഗതം. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തും ഞാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രവാചകന്മാരുടെ മാതൃകയും പ്രവാചക മഹദികളുടെയും ലോക ത്യാഗമഹദികളുടെയും അനുഗ്രഹവും നമുക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ലോകത്ത് കഴിഞ്ഞു പോയ ചില സ്ത്രീകളുണ്ട്, വല്ലാത്ത മഹത്വമുള്ള, ഏറ്റവും കൂടുതൽ മഹത്വമുള്ള സ്ത്രീകൾ. അതിൽ ഒന്നാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ പേരിൽ എന്നും ഫാത്തിഹ ഓതണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ, ഞങ്ങളുടെ പെൺമക്കളെ നീ കാത്തു രക്ഷിക്കണമേ, നിന്നിൽ ഞങ്ങൾ അർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള ദുആ ഉമ്മമാർ ചെയ്യണം. മാതാവിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അങ്ങനെയാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ എണ്ണിപ്പറഞ്ഞത് ആണത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പെൺമക്കളോടുകൂടെ ആൺമക്കളെയും വേണം പെൺമക്കളെയും വേണം, രണ്ടും. അല്ലെങ്കിൽ എൻ്റെ മക്കളെ നിന്നിൽ ഏൽപ്പിക്കുന്നു എന്ന്. ഹന്ന എന്നവർ ഇമ്രാൻ്റെ ഭാര്യയാണ്. അവർ മക്കളൊന്നും ഉണ്ടായില്ല. 98-ാം വയസ്സിൽ അവർക്കൊരു ഒരു കുട്ടിയുണ്ടായി. അത് മറിയം ബീവി ആയിരുന്നു. ആ മറിയം ബീവി ജനിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അള്ളാഹുവേ, നിന്നിൽ ഞാൻ ഈ കുട്ടിയെ ഏൽപ്പിക്കുന്നു, ഇവളുടെ എല്ലാ സംരക്ഷണവും. ജനിച്ച ഉടനെ തന്നെ പറയുകയാണ്, നിന്നിൽ ഞാൻ വരമേൽപ്പിക്കുന്നു, ഇവളുടെ എല്ലാ സംരക്ഷണവും, ഇവൾക്ക് വേണ്ടി ഇവളെ നീ കാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, ഇവളെ എല്ലാ ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണമേ, ഇവളെ നീ നേർവഴിക്ക് നടത്തണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു ആ ഉമ്മ. അതുകൊണ്ട് തന്നെ ഈ മറിയം ബീവി ഒരുപാട് ജനകീയ ദ്രോഹങ്ങൾക്കിടയിലൂടെയാണ് കടന്നുപോയത്. ജീവിച്ച് വന്ന് അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം എന്ന ഒരു പുത്രന് ജന്മം നൽകി. ആ ജന്മം നൽകുന്ന അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒക്കെ ഒറ്റപ്പെട്ടിട്ടാണ്, ജനങ്ങളിൽ നിന്ന് വേർപെട്ട്, ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ചു. ഗർഭമുണ്ടായപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കി, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്താക്കി. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഒരു ഭാഗത്തായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് പുറത്താക്കി, പോകണം, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. കാരണം ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ആ ഗർഭമുണ്ടായത്. എന്നിട്ട് സമൂഹത്തിലേക്ക് വരണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. ഈ കുട്ടിയുമായിട്ട് സമൂഹത്തിലേക്ക് കടന്നു വരണം എന്ന് അല്ലാഹു തആല മഹദിയോട് പറഞ്ഞു. ആ മഹദി സമൂഹത്തിലേക്ക് വന്നു. ആ സമൂഹത്തിൽ വെച്ച് അള്ളാഹുവിനിക്ക്, അപ്പം നിങ്ങൾ നോക്കണം, അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണിതൊക്കെ. അള്ളാഹു നേരിട്ട് സംസാരിക്കുന്ന ആളുകളാണിതൊക്കെ. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ സഹായം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് കിട്ടുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾ എത്ര ത്യാഗം സഹിച്ചാണ് ജീവിച്ചത്, എത്ര വേദനിച്ചാണ് ജീവിച്ചത്. നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾക്കാണ്. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? പ്രേമ നൈരാശ്യം കൊണ്ടും, അല്ലെങ്കിൽ പ്രേമിച്ച് പോയവൻ്റെ കൂടെ ജീവിച്ചിട്ട് വിഷമം സഹിക്കവയ്യാതെ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരും. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു കുട്ടി ഗൾഫിൽ കൊണ്ടുപോയി, പാവപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഗൾഫിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് കാഴ്ച വെച്ചു. അവളത് രഹസ്യമാക്കി വെച്ച് അവൾക്ക് വല്ലാതെ അവശയായപ്പോൾ അവൾ നാട്ടിലേക്ക് വന്നു. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് വീട്ടുകാരോട് സംഭവം പറഞ്ഞില്ല. പകരം വീണ്ടും അവൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. എന്ത് കഷ്ടാണിതൊക്കെ. ഈ ആത്മഹത്യ എന്നതിനെ നേരിടുന്നതിന് മുമ്പ് നമ്മൾ എന്താ കരുതേണ്ടത്? ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ശരീരവും നഫ്സും നജസ്സാക്കുന്നതാണ്. അല്ലാഹു തആല തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമുക്ക് സംഭവിക്കുന്നതൊക്കെ അല്ലാഹു തആലൻ്റെ വിധി കൊണ്ട് സംഭവിക്കുന്നതാണ്. അതല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്നതൊന്നുമല്ല. അതിനൊരു കാരണക്കാരനാണ് അവനും മറ്റവനും മറിച്ചവനൊക്കെ. നമുക്ക് ഇപ്പോൾ നമ്മളെ കൈ കൊണ്ട് നമ്മളൊരു കളവ് തന്നെ നടത്തിയെന്ന് വിചാരിക്കാം. ഇത് ജനം അറിഞ്ഞു, നമുക്ക് വല്ലാത്ത എന്തായി മാനഹാനി വന്നു.
അപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ ആ കളവിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ചേ തീരൂ. അള്ളാഹുവിനോട് തൗബ ചെയ്യുക, എന്നിട്ട് ക്ഷമിച്ച് ജീവിക്കുക. അള്ളാഹുവിൻ്റെ വിധി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഞാൻ ഒരു തെറ്റിലേക്ക് എന്തുകൊണ്ടാണ് പോയത്, അത് ചെയ്യേണ്ടിണ്ടായിരുന്നില്ല എന്നുള്ള ഖേദം നമുക്ക് വരും. സത്യം ശരിയാണ്. പക്ഷേ അതെന്തുകൊണ്ട് ഉണ്ടായി? അത് ഉണ്ടായതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ്. കണ്ണീരൊലിപ്പിച്ച പ്രാർത്ഥനയല്ലാതെ ശരിയാവില്ല. പാതിരാക്ക് അല്ലാഹു തആല സമയം തന്നിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോളി, രാത്രിയിൽ പ്രാർത്ഥിച്ചോളി. നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ ഒന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുമ്പോൾ ഒന്ന് ദുആ ചെയ്യണം രാത്രി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കിടക്കാറുണ്ടോ? ഇല്ല. മൊബൈൽ കണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂട്ടി, അല്ലെങ്കിൽ കിട്ടാനുള്ള കൊടുക്കാനുള്ള കാശുകൾ കണക്ക് കൂട്ടി, അല്ലെങ്കിൽ വല്ല കലഹത്തിൻ്റെ ചിന്ത അങ്ങനെ ചിന്തിച്ച്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആകെ ദുസ്സഹമായ ഒരവസ്ഥയിലാണ് നമ്മൾ കിടക്കപ്പായിലേക്ക് ഉറങ്ങാൻ പോവുക. പോരാ, പിന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം വെക്കണം. അതിന് നമ്മൾ പ്രത്യേകം കരുതി വെക്കണം. അതാണ്. അത് നമ്മൾ രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എണീച്ചിരുന്ന സമയത്ത് ഒന്ന് എണീറ്റിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പോയി കിടന്നോളി. തഹജ്ജുദ് നിസ്കരിക്കും ചെയ്യാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഈ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്ത സമയം, നജസായ സമയമാണെങ്കിൽ അപ്പോഴും ചെയ്യാതെ ഇതൊക്കെ. ഏതായാലും നമുക്ക് ചരിത്രമാണ് പറയാനുള്ളത്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു. അന്ന് അദ്ദേഹം അങ്ങനെ ജനങ്ങളിലൂടെ യാത്രയാവുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു എന്ത്, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ നൂലുണ്ടാക്കിയും മകൻ വസ്ത്രം നെയ്തുമാണ് ജീവിച്ചിരുന്നത് എന്ന്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം ഈ കുട്ടികളോട് കൂടെ പഠിക്കാൻ പോകുമ്പോൾ ഓരോ അത്ഭുത സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിൻ്റെ വീട്ടിൽ ഇന്ന ചേൽക്കാണ് ഇപ്പോൾ സംഭവിച്ചത്, ഇന്ന് ഉച്ചയ്ക്ക് നിൻ്റെ വീട്ടിൽ ഇന്നതായിരുന്നു ഭക്ഷണം, ഇന്ന് രാവിലെ നീ ഇന്നതാണ് കഴിച്ചത്, നിൻ്റെ വീട്ടിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണം ഇന്നതാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, നിൻ്റെ വീട്ടിൽ ഇന്ന ആളുകൾ വന്നു, ഇന്ന ആളുകൾ പോയി, ഇന്ന ആളുകൾക്ക് സുഖമില്ല, ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതൊക്കെ കുട്ടികൾ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ വീട്ടുകാർ പറയും എന്തെന്ന്, ആ കുട്ടിക്ക് എന്തോ ശൈത്താൻ കൂടിയിരിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് അന്ന് ശൈത്താൻ എന്നുള്ള വാക്കേ അറിയുള്ളൂ. ഈ സ്വാലിഹി ജിന്നുണ്ട്, അല്ലെങ്കിൽ മലക്കുകളുണ്ട്, ഇതൊന്നും അറിയില്ല. ശൈത്താൻ എന്നാൽ അവർ ചെയ്യുന്നതോ അവർ ശൈത്താൻ്റെ ആൾക്കാരാണ്. ഇങ്ങനെയാണ്. ഏതെങ്കിലും ശൈത്താൻ കൂടിയ കുട്ടിയാണ് അതിനോട് കൂടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കുട്ടികളല്ലേ, അവർക്ക് എന്ത് ശൈത്താൻ കൂടൽ, അവർക്ക് ഈ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ അവർ അതിനോട് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതായാലും ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാമിനെ കാണുന്ന ജ്യോത്സ്യന്മാരൊക്കെ കാണുമ്പോഴേ അവർ പറയുമായിരുന്നു, അവരുടെ രാജാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട്, രാജാവേ, ഈസ എന്ന് പറയുന്ന ഒരു പുത്രൻ, മറിയമിൻ്റെ പുത്രൻ ഇവിടെ നടക്കുന്നുണ്ട്, അവനെ നിങ്ങൾ വധിച്ചിട്ടില്ല എങ്കിൽ അത് ദോഷം ചെയ്യും, നിങ്ങളുടെ ഭരണത്തിനും സമൂഹത്തിനൊക്കെ ദോഷം ചെയ്യും. അവൻ്റെ കീഴിലാകും എല്ലാവരും. അവൻ പറയുന്നത് ആളുകൾ അനുസരിക്കുകയുള്ളൂ. ജൂതന്മാർക്ക് ഈസാ നബിയെ കൊല്ലണമെന്നുണ്ടായിരുന്നു. അതിനവർ കോപ്പുകൂട്ടി. അതിനവർ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, കുരിശിൽ തറക്കണം, കുരിശിൽ പിടിച്ചിട്ട് തറക്കുക. അതായത് ജീവനോടെ വലിയൊരു മരം കൊണ്ടുണ്ടാക്കിയ കുരിശുമ കൊണ്ടുപോയിട്ട് തറക്കുക. അതെന്തിനാണ് കുരിശുമ തറക്കുന്നത്? ഈസ അത്ഭുതങ്ങളുള്ള ഒരു പുത്രനാണല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഈസനെ കാണും ചെയ്യുന്ന ഈസൻ്റെ ഉപദ്രവം മറ്റുള്ളവർക്ക് ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണത്. ഏതായാലും കുരിശ് തറക്കാനൊക്കെ അവർ തീരുമാനിച്ചിരുന്നു. എന്നാലും ഈസാ നബി അലൈഹി സ്വലാമിനെ ആർക്കും പിടിക്കാൻ കിട്ടിയില്ല. അതിന് കിട്ടണമല്ലോ, അതിന് അവർ പണിപ്പെട്ട് ശ്രമിച്ചു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഒരു ദിവസം ഒരു യാത്ര പുറപ്പെടുകയാണ്. യഹൂദ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെയാണ്, ആ ഒരുത്തനുണ്ട് കൂടെ കേട്ടോ. അങ്ങനെ യഹൂദയുടെ കൂടെ ഈസാ നബി അലൈഹി സ്വലാം ഒരു ദീർഘയാത്രക്കൊരുങ്ങി. കൂടെ പോകാൻ യഹൂദയും ഒരുങ്ങി. രണ്ടുപേരും ഭക്ഷണപ്പൊതി കരുതിയിട്ടുണ്ട്. യാത്രയ്ക്ക് പോകാൻ ഭക്ഷണപ്പൊതിയൊക്കെ രണ്ടുപേരും കരുതിയിട്ടുണ്ട്. യാത്ര തുടങ്ങി കുറേ ദൂരം പോയി ക്ഷീണിച്ചു വിശ്രമിക്കാനായിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം യഹൂദയോട് പറഞ്ഞു, ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അടുത്ത ഒരു അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അവിടെ പോയിട്ട് മൂത്രമൊക്കെ ഒഴിച്ച് അങ്ങനെ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നിസ്കരിക്കാൻ പോയ ആ സമയത്ത് യഹൂദ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഭക്ഷണപ്പൊതി തുറന്നു നോക്കി. യഹൂദ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഭക്ഷണപ്പൊതി ഒന്ന് തുറന്നു നോക്കി.
അതിൽ ഒരു റൊട്ടി മാത്രമേ ഉള്ളൂ. ഒരു റൊട്ടി മാത്രമേ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭക്ഷണ പൊതിയിലുള്ളൂ. യഹൂദയുടെ പൊതിയിൽ 2 റൊട്ടിയുണ്ട്. ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ തൻ്റെ ഒരു റൊട്ടിയുടെ പകുതി കൂടി സഹയാത്രികന് കൊടുക്കേണ്ടി വരും. അതിന് മനസ്സ് വരുന്നില്ല. ആർക്ക്? യഹൂദക്ക് അതിന് മനസ്സ് വരുന്നില്ല. 3 റൊട്ടി ഉണ്ടല്ലോ. അപ്പോൾ തൻ്റെ അടുത്ത് 2 റൊട്ടി ഉണ്ട്, ഈസാൻ്റെ അടുത്ത് ഒരു റൊട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു റൊട്ടിയുടെ കഷ്ണം കൂടി മര്യാദക്ക് കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ അത് ഒരു മര്യാദ അതിൻ്റെ. അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. അതിനാണെങ്കിലും മനസ്സ് വരുന്നില്ല. ഇനി എന്താണൊരു വഴി? എന്താണൊരു വഴി? പെട്ടെന്നൊരു ആശയം തോന്നി. ഒരു റൊട്ടി പെട്ടെന്ന് തിന്നുക. അതായത് ഈസ നിസ്കാരം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തിന്നുക. അപ്പോൾ ഈ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈസ ഒന്നും അറിയില്ല. ഈസ എന്നല്ല, നല്ലപോലെ നിസ്കരിക്കുന്നവരെ മറ്റൊന്നും അറിയില്ല. ആ നിസ്കാരത്തിൽ തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ ഇലാഹോട് കൂടി സംസാരിക്കുകയാണ് എന്നുള്ള ആ ഉദ്ദേശത്തിൽ തന്നെയാണ് അവർ സംസാരിക്കുക. അവർ ഈ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ഉണ്ടാവുക. അങ്ങനെ ഈസ വരുന്നതിന് മുമ്പ് റൊട്ടി ഒന്ന് തിന്നുക എന്നതായിരുന്നു അവൻ കണ്ട ഒരു പരിഹാരം. പൊതിയിൽ 1 വെക്കുക. നിൻ്റെ അടുത്ത് ഒരു റൊട്ടി, ഈസാൻ്റെ അടുത്ത് ഒരു റൊട്ടി, ബാക്കി ഒരു റൊട്ടി ഇല്ല. തൻ്റെ കൈവശം ഒരു റൊട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഈസ വിചാരിച്ചോളും. ഈസ വിചാരിച്ചോളും എൻ്റെ കയ്യിൽ ഞങ്ങൾ 2 കയ്യിൽ ഓരോ റൊട്ടി ഉള്ളൂ എന്ന്. നിസ്കാരം കഴിഞ്ഞ് വന്നു. ഇരുവരും ആഹാരത്തിനായിട്ട് ഇരുന്നു. ഈസാ നബി അലൈഹി സ്വലാം പൊതി തുറന്നു. യഹൂദിയും പൊതി തുറന്നു. 2 പൊതിയിലും ഓരോ റൊട്ടി വീതം. പ്രശ്നമില്ല, 2 പൊതിയിലും ഓരോ റൊട്ടി വീതം. പക്ഷേ നബിയുടെ ചോദ്യം യഹൂദിയോട് ചോദിക്കുകയാണ് നബി. ആ ചോദ്യം കേട്ടിട്ട് യഹൂദി അല്പം വിഷമിച്ചു പോയി. നിൻ്റെ പൊതിയിൽ എത്ര റൊട്ടി ഉണ്ടായിരുന്നോ? ആരാ ചോദിക്കുന്നത്? ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, യഹൂദിനോട് ചോദിക്കുക. നിൻ്റെ പൊതിയിൽ എത്ര റൊട്ടി ഉണ്ടായിരുന്നു? ചോദ്യം കേട്ട് അല്പം പതറിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മറുപടി പറഞ്ഞു, 1 റൊട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ ആള് മോശക്കാരനാണെന്ന് നബിക്ക് മനസ്സിലായി. കൂടെ കൂട്ടാൻ പറ്റിയ ആളല്ല ഇവൻ എന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു.